പ്രിയമുള്ളവരെ, എവർക്കും നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയിൽ. കൂട്ടുകാരെ, ഇന്ന് വാഴക്ക കൊണ്ട് ഒരു കുഴ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ആദ്യമായി നമുക്ക് നമ്മുടെ കയ്യിലേക്ക് അല്പം വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. വെളിച്ചെണ്ണ പൊട്ടി കൊടുക്കുന്നത് നമ്മൾ വാഴക്ക അരിയുമ്പോൾ അതിൻ്റെ കറ കയ്യിൽ പിടിക്കാതിരിക്കാനാണ്. ചിലർക്ക് കയ്യിൽ കറ പിടിച്ചു കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടാകും. അതിനുശേഷം നമുക്കത് ഈ കാണുന്നത് പോലെ അതിൻ്റെ തൊലി മൊത്തം നമുക്ക് മാറ്റാം. കൂട്ടുകാരെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മിക്കവാറും വീടുകളിലൊക്കെ വാഴക്ക കിട്ടിയാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു വിഭവം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകാനും, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത്. കൂട്ടുകാരെ, പുറത്ത് കേൾക്കുന്നത് നമ്മുടെ വീടിന് സമീപം കരിയിലക്കിളികൾ ഒത്തിരി വന്നിട്ടുണ്ട്. അത് ചിലയ്ക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. നമ്മൾ എല്ലാ വാഴക്കായും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ വാഴക്ക എടുത്ത് നാലായിട്ടാണ് കീറുന്നത്. ഇതുപോലെ നാലായിട്ട് കീറിയെടുക്കുക. ഈ കാണുന്നത് പോലെ നാലായിട്ട് കീറിയതിന് ശേഷം നമുക്ക് അത് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. കൂട്ടുകാരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. നമുക്ക് നമ്മുടെ ചാനലിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. കൂട്ടുകൂടാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നാട്ടുമ്പുറത്തെ പാചകമാണ് നമ്മുടെ ചാനലുള്ളത്. നമ്മളങ്ങനെ എല്ലാ വാഴക്കായും അരിഞ്ഞ് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന് കറ പോകാൻ വേണ്ടിയാണ്. അടുത്തതായി നമുക്ക് വേണ്ടത്, നമ്മൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിക്കനുസരിച്ച് പച്ചമുളക് എടുക്കുക. 1/2 ടീസ്പൂൺ ജീരകം, ഒരു വലിയ ഉള്ളി, വലിയ ഉള്ളിയിലെ ചെറുതെടുത്താലും മതി. വെളുത്തുള്ളി 7 അല്ലി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ ആവശ്യമുള്ളത് തേങ്ങയാണ്. നമ്മൾ ഒരു തേങ്ങയുടെ അരമുറിയുടെ പകുതിയാണ് നമ്മൾ ചിരകി എടുക്കുന്നത്. ആവശ്യത്തിന് കൂടുതൽ വേണ്ടവർ അതനുസരിച്ചിട്ട് ഉപയോഗിക്കുക. നമ്മൾ അരമുറി തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സി ഇല്ലാത്തവർ കല്ലിൽ ചതച്ചെടുത്താലും മതി. അതിനു മുമ്പായി നമുക്ക് ആ മുളകിൻ്റെ തണ്ട് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് മാറ്റി വെക്കാം, അരച്ച് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ തീ കത്തിച്ച് അതിലേക്കൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കുകയാണ്. പയർ നമ്മുടെ ആവശ്യാനുസരണം എടുക്കുക. നമ്മളൊരു 100 ഗ്രാം പയറാണ് എടുത്തിരിക്കുന്നത്. അത് കൂടുതൽ വേണ്ടവർ അങ്ങനെ എടുക്കുക. തലേദിവസം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അതിനുള്ളിലെ പൊട്ട് പയറെല്ലാം എടുത്ത് മാറ്റുക. അതിനുശേഷം നമ്മളൊരു പാത്രം വെച്ച് അത് വേവിച്ചെടുക്കുകയാണ്. പയർ നല്ലതുപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. നമുക്കത് നല്ലതുപോലെ വെന്തോ എന്ന് നോക്കാം. കൂട്ടുകാരെ, ഇവിടെ കറണ്ടില്ല, അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ചെറിയൊരു മങ്ങൽ കാണപ്പെടുന്നത്. തന്നെയുമല്ല, ഒരു മഴക്കോളും ഉണ്ട് പുറത്ത്. അടുത്തായിട്ട് നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അവരവർ ഉപയോഗിക്കുന്ന ഓയിൽ ഉപയോഗിക്കുക. നമ്മൾ പാം ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന വാഴക്ക ഇട്ട് കൊടുക്കുകയാണ്.
നമ്മൾ നേരത്തെ അരിഞ്ഞ് കഴുകി മാറ്റി വച്ചിരിക്കുന്നതാണ്. അപ്പോഴതിൻ്റെ കറയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ചേരുവകളെല്ലാം കൂടി ചേർക്കുകയാണ്. അതിനായി നമ്മൾ പയറിൻ്റെ വെള്ളം, പയർ ഊറ്റിയെടുത്ത വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. കാരണം പയറിൻ്റെ വെള്ളം വിറ്റാമിൻ ഉള്ളതാണ്. നമ്മൾ അതാണ് ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ ആ പയറിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും യോജിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ആദ്യം അല്പം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ പയർ വേവിക്കുമ്പോഴേ അതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുത്ത് വേവിച്ച് കഴിഞ്ഞാൽ പയറിലേക്ക് ആ ഉപ്പ് പിടിക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുക ഇതിലേക്ക്. ശേഷം നമ്മൾ അടച്ചു വയ്ക്കുകയാണ്. നമ്മൾ വെച്ചിരിക്കുന്ന പാത്രത്തിൽ കൂടുതൽ സംഭവമുണ്ട്. നമ്മളതുകൊണ്ട് അടപ്പ് തിരിച്ചു വെച്ചാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. എല്ലാം തിളച്ച് വെന്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അല്പം ഉപ്പ് കൂടി വേണം. നമുക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പയറിൽ അല്പം ഉപ്പിട്ട് വേവിക്കുന്നത് നല്ലതാണ്. അതനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ, അതായത് പുഴുങ്ങി വെച്ചിരിക്കുന്ന പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പയർ മുഴുവനും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലായിടത്തും ചേരുവ ചെലുത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ പയറും വാഴക്കയും വെന്ത് കിട്ടുന്നതിന് വേണ്ടി അടപ്പ് വെച്ച് മൂടി ഒരു 2 മിനിറ്റ് വേവിക്കുക. അധികമാകരുത്. അധികം വേവിച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ വാഴയ്ക്കാക്കുഴ എടുത്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വാഴയ്ക്കാക്കുഴ റെഡി ആയിരിക്കുകയാണ് കൂട്ടുകാരെ. നല്ല ഒരു വിഭവമാണ്. കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും ഒപ്പം ഹൈപ്പോടെ ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.